ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു എൻ്റെ പൈസ വന്നിട്ടുണ്ടെന്നും. എങ്കിൽ ഞാൻ എൻ്റെ വീട്ടിനൊരു ടാർപ്പാളെങ്കിലും വാങ്ങിച്ച് ഈ നനയാതെ മേളിൽ കൂടെ കെട്ടി എൻ്റെ പിള്ളേരെ ഇവിടെ കെട്ടി. എൻ്റെ പിള്ളേർ എൻ്റെ കൂടെ അല്ല, പിള്ളേര് ചേച്ചിയുടെ കൂടെ ആയിട്ട് നിൽക്കണത്. എന്നിട്ട് എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ എന്റെ വീട്ടിൽ നമ്മളിതിവിടെ കിടന്ന മഴയത്ത് ഞാനിവിടെ ഭർത്താവും ഇവിടെ വെളിയിലാണ് ഇരിക്കണത്. എന്നിട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞ പൈസ, ഞാൻ ജോലി ചെയ്ത പൈസ, എനിക്ക് കടകളുണ്ട്, മുത്തൂറ്റിലൊക്കെ പൈസയുണ്ട്, ആ പൈസയൊക്കെ ഞാൻ അടച്ചോണ്ടിരിക്കുകയാണ്. കുറെയൊക്കെ എന്നെ അടയ്ക്കാവുണ്ട്, എന്നെ കൊണ്ട് നിവർത്തിയില്ല. ഭർത്താവിന് അറ്റാക്ക് വന്നിട്ട് അങ്ങനെ പണിയില്ല, 2 പ്രാവശ്യം അറ്റാക്ക് വന്ന ഒരാളാണ്. അപ്പൊ അവര് പറയണത് വെച്ചാ ഞാൻ പൈസ അടിച്ച് തീർത്തതാണ് പറയണത്. എന്റെ ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്നാണ് ഞാൻ അറിഞ്ഞത് എന്റെ പൈസ വന്നിട്ടുണ്ടെന്ന്. എന്റെ പ്രൊമോട്ടർ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഇങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞു എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല എന്ന് കേട്ടപ്പോ അവര് പറഞ്ഞു ഞാനിപ്പോ നിൽക്കുന്നത് അരുവിക്കര പഞ്ചായത്തിലെ ഇറയാംകോട് എന്ന വാർഡിലാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ എത്തിയത് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ കാണാൻ വേണ്ടിയിട്ടാണ്. BJP സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ശ്രുതി PS. അവരുടെ വീടിന്റെ മുൻപിലാണ് എന്തായാലും നമ്മളുള്ളത്. നമ്മളിവിടെ വന്നപ്പോൾ ആദ്യമായി അറിഞ്ഞത് സഖാക്കളുടെ ഒരു ഇരട്ടത്താപ്പിനെ കുറിച്ചാണ്. നമ്മളുള്ള ഒരു കഥയാണ് എന്തായാലും പുറത്തു വരുന്നത്. ശ്രുതി PS ഇപ്പോൾ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്തായാലും നമ്മൾ കണ്ടിട്ടുണ്ടാകും. അവരുടെ വീട് ഒരു അവസ്ഥയെക്കുറിച്ച്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായിട്ട് ഒരു സാധാരണക്കാരിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. താങ്കളെ കുറിച്ചുള്ള 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു. നിങ്ങൾ ചതിക്കുകയാണ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ പ്രചരിച്ചത്. അത് ഇപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ CPM-ന്റെ കോട്ടയാണ്. ആ കോട്ടയിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വരുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും തകർക്കാനുള്ള ഒരു രീതിയിലേക്കാണ് സഖാക്കൾ പോകുന്നതെന്ന് തീർച്ചയായിട്ടും ഈ ഒരു സോഷ്യൽ മീഡിയയിലെ ഈ വ്യാജ പ്രചാരണത്തിലൂടെ മനസ്സിലാവണം. എന്താണ് സംഭവിച്ചത് ശരിക്കും? ഞാൻ ആദ്യം ചേർന്നു. അതിനുശേഷം എനിക്ക് എൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് എനിക്ക് ഇതുവരെ പൈസ തന്നിട്ടില്ലായിരുന്നു. ആ അറിവ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ എന്നെ ഇതിൽ തിരഞ്ഞെടുത്ത ശേഷമാണ് ഇവർ പറഞ്ഞത് ഈ മാസം 10-ാം തീയതി വന്നു. ഞാൻ ഇങ്ങനെ പ്രചരിച്ച ശേഷമാണ് ഇവർ പറയണത് എനിക്ക് പൈസ ഇട്ടിട്ടുണ്ട്, ഞാൻ വീട് എന്നിട്ട് ചതിച്ചതാണ് എന്നൊക്കെയാണ് അവർ പറയണത്. ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു പൈസ എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്നെ VO വിളിച്ച് പറഞ്ഞിട്ടോ പഞ്ചായത്തിൽ നിന്ന് ഒരു അറിവും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ 40,000 രൂപ കിട്ടിയത് എന്നെ ഇതിന് ഇലക്ഷനിൽ തിരഞ്ഞെടുത്ത ശേഷമാണ്, BJP പാർട്ടിക്കാർ തിരഞ്ഞെടുത്ത ശേഷമാണ് ഈ പൈസ ഇവിടെ വന്നിട്ടുള്ളത്. 10-ാം തീയതിയാണ്, ഈ നവംബർ 10-11 എനിക്കിപ്പോൾ പൈസ വന്നിട്ടുള്ളതായിട്ട് ഞാൻ ഇന്ന് പോയി സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് വന്നതാണ്. 40,000 രൂപ വന്നിട്ടുണ്ട്. എത്ര വർഷമായിട്ട് ഇപ്പോ ഈ ഒരു വീടിന്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള പണത്തിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ട്? ഞാൻ 22 എനിക്ക് മണ്ണും വീടും പദ്ധതിയിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. അപ്പൊ അതിൽ ഉൾപ്പെടുത്തിയിട്ട് മണ്ണ് എനിക്ക് കിട്ടിയിട്ടുണ്ട് 22. അത് സ്റ്റഡേന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പൈസ 3.25 ലക്ഷം രൂപ എനിക്ക് തന്നു. അത് ഞാൻ ഉപയോഗിച്ച 5 സെന്റ് സ്ഥലം വാങ്ങിച്ചു. അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. അതിന്റെ പുറകെ വീട്ടിൽ തരുമെന്ന് പറഞ്ഞിരുന്നിരുന്ന് 2025 ആണ്ട് വരെ ആയിട്ടും പൈസ തരാത്തോണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് മാധ്യമത്തിനോട് പറഞ്ഞതിന് ശേഷം അല്ല പണം വന്നിരിക്കുന്നതെന്നാണോ പറയുന്നത്? മാധ്യമത്തിനോട് അല്ല, അവര് പറയണത് അതിന് മുമ്പേ വന്നിട്ടുണ്ട്. ഞാൻ അത് എടുത്ത് ചെലവാക്കി കഴിഞ്ഞു. എന്റെ ഭർത്താവ് ഒരു മദ്യപിച്ച് അതിനെല്ലാം ഇല്ലാതാക്കി കളഞ്ഞു. ആ പൈസ എല്ലാം ദൂർത്തടിച്ച് നമ്മൾ കളഞ്ഞെന്നാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിപ്പോ അറിഞ്ഞതേ ഉള്ളൂ. ഇന്നാണ് ഈ മീഡിയയിൽ വന്ന ശേഷമാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് 40,000 അനുവദിച്ചിട്ടുണ്ടെന്നും. ഈ 10-ാം തീയതി ഇപ്പൊ ഞാൻ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എടുത്തപ്പോ 10-ാം തീയതിയാണ് എനിക്ക് ഈ പൈസ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ ഇപ്പൊ അറിഞ്ഞത്. എന്റെ ഉണ്ട് അത്. ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു എന്റെ പൈസ വന്നിട്ടുണ്ടെന്നും. എങ്കിൽ ഞാൻ എന്റെ വീട്ടിനൊരു ടാർപ്പാളെങ്കിലും വാങ്ങിച്ച് ഈ നനയാതെ മേളിൽ കൂടെ കെട്ടി എൻ്റെ പിള്ളേരെ ഇവിടെ കെട്ടി. എൻ്റെ പിള്ളേർ എൻ്റെ കൂടെ അല്ല, പിള്ളേര് ചേച്ചിയുടെ കൂടെ ആയിട്ട് നിൽക്കണത്. എന്നിട്ട് എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ എന്റെ വീട്ടിൽ നമ്മളിതിവിടെ കിടന്ന മഴയത്ത് ഞാനിവിടെ ഭർത്താവും ഇവിടെ വെളിയിലാണ് ഇരിക്കണത്. എന്നിട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞ പൈസ, ഞാൻ ജോലി ചെയ്ത പൈസ, എനിക്ക് കടകളുണ്ട്, മുത്തൂറ്റിലൊക്കെ പൈസയുണ്ട്, ആ പൈസയൊക്കെ ഞാൻ അടച്ചോണ്ടിരിക്കുകയാണ്. കുറെയൊക്കെ എന്നെ അടയ്ക്കാവുണ്ട്, എന്നെ കൊണ്ട് നിവർത്തിയില്ല. ഭർത്താവിന് അറ്റാക്ക് വന്നിട്ട് അങ്ങനെ പണിയില്ല, 2 പ്രാവശ്യം അറ്റാക്ക് വന്ന ഒരാളാണ്. അപ്പൊ അവര് പറയണത് വെച്ചാ ഞാൻ പൈസ അടിച്ച് തീർത്തതാണ് പറയണത്. എന്റെ ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്നാണ് ഞാൻ അറിഞ്ഞത് എന്റെ പൈസ വന്നിട്ടുണ്ടെന്ന്. എന്റെ പ്രൊമോട്ടർ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഇങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞു എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല എന്ന് കേട്ടപ്പോ അവര് പറഞ്ഞു ഞാൻ അറിയിച്ചിട്ട് മാസങ്ങളായി, എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തില്ല എന്നാണ് ചോദിക്കണത്. ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു, സത്യമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എന്റെ സ്റ്റേറ്റ്മെന്റും തെളിവെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത്, അതായത് ഒരു ഭയം ഇവിടുത്തെ CPM-ന് ഉണ്ടായത് കൊണ്ടാണോ നിങ്ങൾക്കെതിരെ ഇത്തരം ഒരു ആയുധമായിട്ട് ഇത് പ്രഖ്യാപിക്കാനുള്ള ഒരു കാരണമാവും? ആയിരിക്കും, തീർച്ചയായിട്ടും അതായിരിക്കും കാരണം. കാരണം സോഷ്യൽ മീഡിയ വഴി അത്രയും വലിയ രീതിയിലുള്ള പ്രചാരണമാണ് നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കണം. തീർച്ചയായിട്ടും അതായിരിക്കണം. അവർക്കതൊന്നും തോക്കാൻ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരിങ്ങനെയൊക്കെ. CPM ആണ് ഇപ്പൊ ഇവിടുത്തെ. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാനെല്ലാം പൈസ അടിച്ച് തീർത്തു, ഞാനും എന്റെ ഭർത്താവ് അടിച്ച് ചെയ്തിട്ട് വ്യാജ പ്രചരണം നടത്തി എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ
വേറെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോ ശക്തമേറിയ ഒരു സ്ത്രീയാണ് ഇപ്പോ ശ്രുതി എന്ന് പറയുന്നത്. കാരണം സാധാരണക്കാരുടെ ഇടയിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണെങ്കിലും ഒരു സർക്കാരിന് ഇവിടുത്തെ സി പി എം എന്തായാലും ഒരു ഭയം ഉണ്ടാകാം. കാരണം സാധാരണക്കാരുടെ ഇടയിൽ വരുമ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥകൾ തീർച്ചയായിട്ടും ഈ ജനങ്ങളുടെ അവസ്ഥകൾ അറിയുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയല്ലേ ഇങ്ങനെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്? അതെ, അതാണ്. ഇപ്പൊ വൈഷ്ണവിയുടെ ഒരു ആ കോൺഗ്രസ് നേതാവാണ്. ഇപ്പൊ സ്ഥാനാർത്ഥിത്വം ഇപ്പൊ മേയറിന്റെ ഓഫീസിൽ നിന്നാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും ഇതൊക്കെ വായിക്കുന്ന സമയത്ത് CPM-ന്റെ ഏറ്റവും വലിയൊരു അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള സാധാരണക്കാർക്ക് ഇടയിലേക്ക് അവരിറങ്ങാതെ എങ്ങനെയെങ്കിലും തകർക്കാൻ വേണ്ടി, അവരുടെ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തികളോട് എങ്ങനെ പ്രതികരിക്കുന്നു? അവർക്ക് ഇതിനു വേണ്ടിയിട്ട് അവർക്ക് എങ്ങനെയും മുന്നേറണം എന്നുള്ള ചിന്തയോടെ പാവങ്ങളെ അടിച്ചമർത്തി അവർക്ക് മുന്നേറണം എന്നുള്ള ചിന്തയോടെ മാത്രമാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ടില്ല, ഇന്ന് ഈ ഇലക്ഷൻ ആയ ശേഷം മാത്രമേ നമ്മളെ പോലുള്ള കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെ എന്റെ വീട്ടുകാരും എന്റെ ഭർത്താവിന്റെ വീട്ടുകാരും എല്ലാവരും വാടകയ്ക്ക് നടക്കണം. അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത്രയും ഞാൻ എന്തെല്ലാം പ്രശ്നങ്ങൾ പഞ്ചായത്തിൽ നിന്നുണ്ടാക്കി, വഴക്കുണ്ടാക്കിയിട്ട് പോലും അങ്ങനെ ഓരോ പ്രശ്നങ്ങളായി ഇവര് ഞാൻ പാർട്ടീനെ അങ്ങനെ പറയണില്ല. ഇവരാണ് എനിക്ക് എല്ലാത്തിനും തകർന്ന് നിൽക്കുന്നത്. എല്ലാത്തിനും ഇവരാണ് എനിക്ക് ഇതായിട്ട് തകർന്നത്. സ്ഥാനാർത്ഥി ആവണമെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്? എങ്ങനെയാന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഇപ്പൊ സംവരണ വാർഡാണ്. അപ്പോ ഇവരെന്നെ തിരഞ്ഞെടുത്തു. അത് BJP-കാരെന്നെ തിരഞ്ഞെടുത്തു. അത് എനിക്കത് ഒട്ടും പ്രതീക്ഷിക്കാത്ത. തീർച്ചയായിട്ടും ഞാൻ ജോലി ക്ലീനിങ് സ്റ്റാഫായിട്ട് എല്ലാ സ്ഥലത്തും വീട്ടു ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോ എനിക്കത് നമുക്ക് ഇങ്ങനെയെങ്കിലും രക്ഷപ്പെടാലോ എന്ന് ഞാനും എന്റെ മക്കളൊക്കെ വിചാരിച്ചു. റെയിൻകോട്ടിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്, BJP സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അതിനെ എങ്ങനെ കാണുന്നു? സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ അവർക്ക് വേണ്ടി ഇടയിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട്. അപ്പൊ എന്താണ് റെയിൻകോട്ടിന് വേണ്ടി എന്തൊക്കെയാണ് അവർക്ക് ധൈര്യമായിട്ട് എന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയാനും അവർക്ക് മനസ്സിലാക്കും. നിന്നെ പോലെയാണല്ലോ ഞാനെന്ന് അവർക്ക് തന്നെ മനസ്സിലാവും. ഞാൻ പറയാതെ തന്നെ അവർക്ക് മനസ്സിലാവും. അത് ഞാൻ അവർക്കൊരു വോട്ട് തന്നെ സഹായിച്ചാൽ ഞാൻ അത് തീർച്ചയായിട്ടും അവരെ കൂടെ നിന്ന് അത് ചെയ്തു കൊടുക്കാനുള്ള കടമ എനിക്കുണ്ട്. പക്ഷെ എനിക്ക് എന്തായാലും എനിക്കറിയാം ഇത്രയും ബുദ്ധിമുട്ടുകൾ ഒരു സംഭവം ഉണ്ടാവും എന്ന് എനിക്കറിയാം. റെയിൻകോട്ടിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള എന്താണ് മെയിനായിട്ട്? എന്താണ് എല്ലായിടത്തും വഴി പ്രശ്നങ്ങളാണ് ഞാൻ പോകുമ്പോൾ പറയണത്. തീർച്ചയായിട്ടും ഞങ്ങൾ വരുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് വഴിയില്ല, ഇപ്പൊ ഒരു സ്കൂളിന്റെ ബാക്കി കൂടെ വേണം. എനിക്ക് ഒരു 67 സെന്റിമീറ്റർ ഉള്ള വഴിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഈ വാടകയ്ക്ക് ഇത്രയും ദിവസം കിടന്നപ്പോ നമുക്ക് അതൊന്നും ഒരു ഇതല്ല. നമ്മളെങ്കിൽ ഒരു കാലെങ്കിലും വെച്ച് നടന്നു വരാന്നുള്ളൊരു വസ്തു കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തോടെ നമ്മളിത് വാങ്ങിച്ചെന്ന്. നമ്മൾ വഴിയൊന്നും പ്രശ്നമാക്കില്ല. ഇപ്പം നമ്മൾ ഓരോ സ്ഥലത്ത് പോയപ്പോഴും വഴിയുടേതാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ എന്നിട്ടും പറഞ്ഞു നമ്മളെ പാർട്ടി ജയിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ വഴി ശരിയാക്കി തരും. നമ്മൾ ഓരോരുത്തർക്കും ഓരോ വാഗ്ദാനങ്ങൾ കൊടുത്ത് വരും. ഇപ്പൊ BJP-ക്ക് ഇത്തവണ എന്തായാലും അധികാരം പിടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മളെ എവിടെ പോയാലും BJP-യാണ് അവര് സപ്പോർട്ട് ചെയ്ത് പറയണത്. നിങ്ങൾ വരണം, നിങ്ങൾ മാറാത്തത് മാറണം. മാറ്റം എന്താണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ഭരണത്തെ കുറിച്ച്? മൂന്നാം പിണറായി സർക്കാർ വരുമോ? രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ തന്നെ ജനങ്ങൾ പൊറുതിമുട്ടിയ ഒരു അവസ്ഥയാണ്. തീർച്ചയായും ഞാൻ അതിൽ ഉൾപ്പെടുന്ന ഒരാളും കൂടെയാണ്. അതെ, ഇപ്പൊ ഒരുപാട് വർഷം ഇതിനു വേണ്ടി വീടിന് വേണ്ടി പരിശ്രമിച്ചെങ്കിലും അവസാന നിമിഷം, അതായത് ഈ ഒരു വാർത്ത വൈറലായതിനു ശേഷം പല സ്റ്റേറ്റ്മെന്റിലും തെറ്റിച്ച് കാര്യങ്ങൾ നിങ്ങൾക്കെതിരായിട്ടും. എനിക്ക് 22-ൽ കിട്ടി. അത് കേന്ദ്ര സർക്കാർ പട്ടികവികസന ജാതി വകുപ്പിൽ എന്റെ ജാതിയുടെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് തന്നതാണ്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് അവർ തന്നതായിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റൂല. പക്ഷെ പട്ടികവികസന ഓഫീസിൽ നിന്നാണ് എനിക്ക് പൈസ കിട്ടിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ തന്ന പൈസയാണ്. അവർ തന്ന പൈസയാണ്. പിന്നെ വീടിന് വേണ്ടി ഇതുവരെ തന്നിട്ടില്ല. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും ഒരു വിജയസാധ്യത ഇവിടെ കാണുന്നുണ്ട്. നാട്ടുകാരൊക്കെ എന്താണ് പറയുന്നത്? നാട്ടുകാരെല്ലാം എന്റെ ഫുൾ സപ്പോർട്ടായിരുന്നു. പക്ഷെ ഈ മീഡിയ വന്ന ശേഷം ഞാൻ ഒരു കള്ളം പറഞ്ഞ് ചതിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് എന്നാണ് അവരെല്ലാവരും എന്നെ ഇപ്പൊ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്ന ഒരു ശബരിമല വിഷയം തന്നെയാണ്. അപ്പൊ BJP തന്നെയാണ് അതിനെതിരെ വലിയ രീതിയിൽ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? ഏറ്റവും വലിയ വിശ്വാസിയാണ്. വിശ്വാസികളുടെ വിശ്വാസം തകർക്കുന്ന. ഞാനും അതിന് വേണ്ടിയിട്ട് BJP-യുടെ ഇതിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ആദ്യത്തെ ഇതിനൊക്കെ ജാഥയ്ക്കൊക്കെ പോയിട്ടുള്ള ഒരാളാണ്. എന്തായാലും നല്ലൊരു വിജയം തന്നെ ശ്രുതിയെ തേടി വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ഇവിടെ ഒരു ഭരണമാറ്റം വേണം. അതായത് സഖാക്കളുടെ കൊള്ളരുതായ്മകൾ മാറണം എന്ന് തന്നെയാണ് ആശംസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിജയം ഞങ്ങൾ എന്തായാലും ആശംസിക്കുന്നു. എന്തായാലും ഇപ്പൊ പണം കിട്ടിയ സാഹചര്യത്തിൽ അത് ഇനിയിപ്പോ എങ്ങനെ അത് ഉപയോഗിക്കാനാണ്? അത് എനിക്ക് എങ്ങനെയെങ്കിലും വീടിന്റെ പേസ്മെന്റ് കെട്ടാനുള്ള പൈസയേ ഉള്ളൂ. എനിക്ക് ഇട്ട് ചെയ്യാനുള്ള പൈസയൊന്നുമില്ല. ഉള്ളതിൽ എന്തെങ്കിലും
ഫേസ്മെന്റ് കെട്ടി കാണിച്ചു കൊടുത്താലേ അടുത്ത ഗഡു കിട്ടുള്ളൂ. അപ്പൊ അത് എനിക്ക് തീർച്ചയായിട്ടും അത് ചെയ്യണം. ഈ മാധ്യമ ശ്രദ്ധ കിട്ടിയതിന് പിന്നാലെ എന്തായാലും അതൊരു നല്ലതായി മാറി എന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ കിട്ടിയത്. നമ്മള് വേഴാമ്പലിനെ പോലെ കാത്തിരുന്ന ഒരു സംഭവമാണ് എനിക്കിപ്പോ ഇത് കിട്ടിയത്. ഒരു വിമർശനം ഏറ്റുവാങ്ങിയെങ്കിൽ പോലും അത് പെട്ടെന്ന് എനിക്ക് സാധിക്കാൻ പറ്റി. അപ്പൊ ഇങ്ങനെ മാധ്യമ ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ സഖാക്കളൊന്നും എല്ലാരും സഖാക്കൾ ഇതിന് വേണ്ടിട്ട് മുന്നിട്ട് ഇറങ്ങണമെങ്കിൽ നമ്മളിങ്ങനെ പ്രശസ്തി ആവണം. ഓരോരുത്തരും മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തി തന്റെ അവസ്ഥകൾ പറയണം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായിട്ട് വരണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അതോട്ടിലാക്കി ആയി. എന്നാലും ഞാൻ ഇപ്പൊ എല്ലാരും ചിലർ പറഞ്ഞു മെമ്പർ ആയാലും നിനക്ക് വീട് കിട്ടുള്ളൂ ഇപ്പൊ എല്ലാരും ചോദിച്ചു തുടങ്ങി. എന്റെ ബന്ധുക്കളും എല്ലാരും ചോദിക്കും, അപ്പോൾ ഒരു സ്ഥാനാർത്ഥി ഒരു സ്ഥാനം കിട്ടിയാൽ മാത്രമേ സർക്കാരിൽ നിന്ന് നിങ്ങൾക്ക് അനുമതി കിട്ടുള്ളൂ എന്നാണ് ഇപ്പൊ എല്ലാരും ചോദിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊരു അനുഭവം തന്നെയാണ്, ബാക്കിയുള്ളവർക്കും കൂടി ഒരു കരുത്താകുന്ന, അതെ, ഒരു സ്ത്രീ കരുത്തായിട്ട് എന്തായാലും മാറട്ടെ. ഇവിടെ ഈ വാർഡിലൊരു മാറ്റം സംഭവിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. എന്തായാലും നമുക്കൊപ്പം ഒരു നാട്ടുകാരൻ ചേരുന്നുണ്ട്. ശരിക്കും ശ്രുതിയെ അകപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിടാനുള്ള സഖാക്കളുടെ നീക്കം തന്നെയല്ലേ പൊളിഞ്ഞിരിക്കുന്നത്? തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചാനൽ വന്നായിരുന്നു. അപ്പം അത് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് ആ ഒരു വീഡിയോ പ്രചരിച്ച് അവർക്ക് ഒരു ഷെയിം ഉണ്ടായത്. അപ്പം അതിനിടെ അവർ പല വാട്സപ്പ് കൂട്ടായ്മയിലും പോയിട്ട് ഇവരെ കുടുംബത്തെ പറ്റിയും ഒരുമാതിരിയുള്ള സംസാരവും 40,000 രൂപ മുമ്പേ കിട്ടി, ഈ പൈസകളെല്ലാം ഇവർ അടിച്ചു തീർത്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. തികച്ചും ഇന്ന് അവർ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോയപ്പോഴാണ് ഈ 10-11 തീയതികളാണ് ആ 40,000 രൂപ ഇവരെ അക്കൗണ്ടിലോട്ട് വന്നിരിക്കുന്നത്. അപ്പം ശ്രുചേച്ചി ഇന്ന് പഞ്ചായത്തിൽ പോയി സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് തന്നെ 40,000 രൂപ 10-ാം തീയതിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം വളരെയധികം വിഷമമുണ്ട്. പല ഗ്രൂപ്പുകളിലും ഇവരെ പറ്റി വേണ്ടാതായിട്ടുള്ള സംസാരങ്ങളായിട്ടുണ്ട്. പല ഇൻസ്റ്റഗ്രാമിലായാലും ഫേസ്ബുക്കിലായിട്ടും ഒരു വ്യാപകമായിട്ട് ഈ ഒരു പ്രചരണത്തെ എതിർക്കാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ വരെ പ്രചരിപ്പിക്കുന്നുണ്ട്. സർക്കാർ ഇവിടെ CPM ഇത്രയും കാലം ഭരിച്ചിട്ടും ഒരു രീതിയിലുള്ള മാറ്റവും ഇവിടെ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടില്ല. ഇവിടെ നമ്മൾ തന്നെ കറങ്ങിയാണ് വന്നത്. ഇതിലെ വഴിയും വേറൊരു വഴി ഉണ്ടായിരുന്നു, ആ വഴി വരാൻ പറ്റത്തില്ല. ഫുള്ള് ചെളി പിടിച്ച് കിടക്കാണ്. പല വീടുകളിലും നമ്മൾ പ്രചരണത്തിൽ പോയപ്പോഴും അവർ പറയുന്നത് ഈ വഴിയുടെ പ്രശ്നമാണ്, നല്ല റോഡില്ല, മഴ പെയ്താൽ ഫുള്ള് വെള്ളം കെട്ടാണ് എന്നുള്ള നിരവധി പരാതികൾ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും BJP അധികാരത്തിൽ വരണമെങ്കിൽ ഇതിനെല്ലാം ഒരു മാറ്റം കൊണ്ടുവരുന്നത് യാതൊരു സംശയമില്ല. ശരിക്കും ഇതിപ്പോ സഖാക്കളുടെ ഒരു വിളയാട്ടം തന്നെയല്ലേ പല കാര്യങ്ങളും നടക്കുന്നത്. ഇപ്പൊ എന്തായാലും തിരുവനന്തപുരത്ത് തന്നെ ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള ഒളിയമ്പുകൾ നമ്മൾ നിരവധി കേൾക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ തന്നെയല്ലേ ശ്രുതിയെയും തകർക്കാൻ വേണ്ടി ശ്രമിച്ചത്? തീർച്ചയായിട്ടും നമ്മൾ പല സ്ഥലത്തും അറിയാം, അവർക്ക് ഈ ഒരു ഇലക്ഷനോടുകൂടി അവരുടെ ഒരു പകുതി ജീവൻ പോകുന്ന നിലയിലായാലും. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ എതിർ പാർട്ടികളെ എതിർത്ത് അവരുടെ ആ വീര്യം തകർത്ത് അവർക്ക് എങ്ങനെ ജയിക്കാം എന്നുള്ള തന്ത്രപരമായ നീക്കങ്ങളാണ് അവർ നടത്തി വരുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ വന്ന് കയറിയ വഴി അതായിരുന്നു, സ്കൂൾ വഴിയുള്ള അവരുടെ ഗ്രൗണ്ട് വഴിയുള്ള ഒരു വഴിയിലൂടെയാണ് വന്ന ഒരു സാഹചര്യം. കാരണം ഇവർക്ക് വഴി ഇല്ലാത്തത് കാരണമാണ് അത്തരമൊരു ആ വഴി വരാൻ പാടില്ല, പക്ഷെ എങ്കിൽ പോലും മറ്റൊരു വഴി ഇല്ലാത്തത് കാരണമാണ് നമ്മൾ ഈ വഴി വന്നത്. എന്തുകൊണ്ടാണ് അത് ഇത്രയും കാലമായിട്ടും അത് ശ്രദ്ധിക്കാത്തതാണോ? തീർച്ചയായിട്ടും അത് ഇത്രയും കാലമായിട്ട് അവർ ശ്രദ്ധിക്കാത്തതായിരിക്കാം. ഒരു 67 സെന്റിമീറ്ററുള്ള വഴിയാണ് ഇവർക്ക് വിട്ടു നൽകിയിട്ടുള്ളത്. അപ്പം ഇതിലെ കൂടെ വണ്ടി കയറത്തില്ല, താഴെ അങ്ങ് നിർത്തി നടന്നു വരാൻ പറ്റും. അതാണ് നമ്മൾ കറങ്ങി കോളേജ് ക്യാമ്പസ് വഴി വന്നത്. അത് ഇവര് എന്ത് ചെയ്യുന്നതാണെന്ന് അറിയത്തില്ല. വർഷങ്ങൾ കൊണ്ട് ഇവർ പഞ്ചായത്തിൽ കയറി ഇറങ്ങുന്നു. അവർക്ക് വേണ്ടിയുള്ള നീതി ഇതുവരെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല. ഇത്രയും കാലമായിട്ട് വീടിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷിച്ചെങ്കിലും പോലും അത് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ വാർത്തയായതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും എതിർ പാർട്ടികൾ തന്നെയായിരിക്കും, അല്ലെ? തീർച്ചയായിട്ടും അതാണ്. 2022 ഇവർക്ക് പ്രമാണം കിട്ടിയത്. അത് നാളിതുവരെ ഈ കഴിഞ്ഞ 10-ാം തീയതിയാണ് അവർക്ക് ആ ഫസ്റ്റ് ഗഡു 40,000 രൂപ അനുവദിച്ചത്. അതിൽ തന്നെ നമുക്കറിയാം ഈ ഇവരെ ഇലക്ഷന് നിൽക്കുന്നു എന്നുള്ളത് അവർക്കൊരു വൻ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് അവർ ഈ നവംബർ മാസം 10-ാം തീയതി ഇവരുടെ അക്കൗണ്ടിലേക്ക് 40,000 രൂപ, ആദ്യ ഗഡുവായി 40,000 രൂപ അയച്ചിരിക്കുന്നത്. അത് എന്നിട്ട് ഇവർ ഇനി പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ ഈ വക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങാൻ പോകുന്നത്, നമുക്ക് പൈസ അനുവദിച്ചു എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ സത്യാവസ്ഥ എന്തെന്ന് ജനങ്ങൾ തിരിച്ചറിയും. തീർച്ചയായിട്ടും നമ്മൾ അടുത്ത് ഇറങ്ങുന്ന പ്രചരണത്തിൽ എല്ലാ ജനങ്ങളിലും ഇതെത്തിക്കുമെന്നത് യാതൊരു സംശയമില്ല. എന്തായാലും സഖാക്കളുടെ ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത്. ആണ്, തീർച്ചയായിട്ടും ആണ്, അവരുടെ ഇരട്ടത്താപ്പ് തന്നെയാണ്. ഞാൻ ഈ മീഡിയയിൽ വന്ന് എല്ലാം വൈറലായ ശേഷമാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുക്കാൻ പോണതും പൈസ വന്നതും. ഞാൻ ഇന്ന് എടുത്തോണ്ട് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എനിക്ക് 10/11/25 ഈ 40,000 രൂപ വന്നിട്ടുള്ളത്.
പക്ഷെ ബാങ്ക് ഉദ്യോഗസ്ഥരൊക്കെ എന്താണ് ഈ ഒരു വിഷയത്തിൽ പറഞ്ഞത്? ഇല്ല, അവരൊന്നും അതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ സ്റ്റേറ്റ്മെന്റ് എടുക്കണമെന്ന് മാത്രമേ പറഞ്ഞോളൂ. അവർ സ്റ്റേറ്റ്മെന്റ് എടുത്ത് തന്നു. ഒക്ടോബർ മാസം തൊട്ട് ഞാൻ ചോദിച്ചു. ഒക്ടോബർ നവംബർ മാസത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കണമെന്ന് പറഞ്ഞു. അവരതെനിക്ക് എടുത്ത് തന്നിരുന്നു. ഞാൻ ഒരു പൈസ എടുത്തിട്ടില്ല. അതിന്റെ 40,000 രൂപയും 38,624 രൂപ എന്റെ അക്കൗണ്ടിൽ ഇപ്പോഴും ഉണ്ട്. ഇവർ പൈസ എടുത്ത് തീർത്തെന്നാണ് ഞാൻ പറയണത്. എല്ലാരും അപ്പൊ ഇല്ല, ഈ പൈസയിലുള്ള എനിക്ക് വെക്കണമെന്നാണ്. എന്തായാലും തെളിവുകൾ അടക്കമാണ് ഇപ്പൊ അതാണ് ഞാൻ ഗവൺമെന്റിനെ ചതിച്ചിട്ടില്ല എന്നുള്ളൊരു അതെ റിപ്പോർട്ട് എനിക്ക് അറിയിക്കണം. ഞാൻ ഇതിനു വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും എന്റെ കൂടെ നിൽക്കണവരെയും വേറെ ആരെയും എനിക്ക് ചതിക്കാനുള്ള ഒരു ഉദ്ദേശമില്ല. അത് പലപ്പോഴും ഇപ്പൊ ഒരുപാട് മരണങ്ങളും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചതിച്ചു എന്ന് പറഞ്ഞാൽ പണം കൊള്ളയടിച്ചു എന്ന് പറഞ്ഞ് പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടാനുള്ള ഒരു നീക്കം ആയിരിക്കണം. എനിക്കും മാനസികമായിട്ട് ഞാൻ നല്ല വിഷമത്തിലും ഇന്നലെ എനിക്ക് നല്ലതായിട്ട് എന്റെ ഭർത്താവ് പക്ഷേ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്ത് ഇതൊക്കെ തരണം ചെയ്ത് പോകണം, ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞ് എന്റെ വീട്ടുകാരും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ ധൈര്യമായിട്ട് ഞാൻ മുന്നോട്ടിറങ്ങാൻ തന്നെ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇനി പ്രചാരണത്തിലൊക്കെ ആ ഒരു അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ, നല്ലൊരു വിജയം കൈവരിക്കാനാവട്ടെ. ചേച്ചി, ഈ സ്റ്റേറ്റ്മെന്റ് വന്നതൊന്നും അറിയാത്തത് എന്തുകൊണ്ടായിരുന്നു? എനിക്ക് ഗൂഗിൾ പേയോ അല്ല ലിങ്ക് അയച്ചിട്ടുണ്ട്. ആധാർ ലിങ്കുമായിട്ടുള്ള ഇതൊന്നുമില്ല. ആ സിമ്മ് എനിക്ക് ആ ലിങ്കുള്ള സിമ്മ് കട്ടായി പോയി. അപ്പോഴത്തേക്ക് എനിക്ക് അറിയാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു. ഞാൻ ഇടയ്ക്ക് വിയോട് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഞാൻ അറിയും പൈസ വന്ന അതെന്നെ അറിയിക്കും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എന്നെ അറിയിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇത് വീഡിയോ വന്ന ശേഷമാണ് ഞാൻ ഇപ്പോൾ പോയി ബാങ്കിൽ ചെന്ന് നേരിട്ട് ചെന്ന് അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് അറിയണത് ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തത് ഞാൻ. എന്തായാലും ശ്രുതിയുടെ വിഷമങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. എന്തായാലും വൈഷ്ണയുടെ കാര്യം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുമ്പോൾ തന്നെയാണ് നമ്മളെ ഇളയാംകോട് വാർഡിലെ ശ്രുതിയുടെ അവസ്ഥയും ഇപ്പോൾ വരുന്നത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ശ്രുതിക്കെതിരെ വരുന്നുണ്ട്. അതിന് പിന്നിലെ ചരട് വലികൾ ആരുടേതാണെന്ന് ഇപ്പോൾ ഏകദേശം ഒരു ചിത്രം തെളിഞ്ഞു വരുന്നുണ്ട്. എന്തായാലും ശ്രുതിക്ക് നല്ലൊരു വിജയാശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ക്യാമറാമാൻ അശ്വിനൊപ്പം വിസ്മയ വെങ്കടേഷ്.